ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ വലിയ പ്രാധാന്യത്തോടെ പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് സ്പ്രെഡിങ് എന്നാണ് അർത്ഥം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ മൾട്ടിപ്പിൾ അസറ്റുകളിൽ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്പ്രെഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്കും നമ്മളുടെ തുക പൂർണ്ണമായും നിക്ഷേപിക്കാൻ പാടില്ല. ഡൈവേഴ്സിഫിക്കേഷന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമതായി ഹെഡ്ജിങ് എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോടി രൂപയുടെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മുകളിൽ നിന്ന് നിഫ്റ്റിയുടെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുകയോ ചെയ്യാം. അതിനൊക്കെ കൃത്യമായ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ്. നമുക്ക് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച്, ഓപ്ഷൻസോ ഫ്യൂച്ചേഴ്സോ ഉപയോഗിച്ച്, യഥാർത്ഥത്തിൽ ഈ ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ അതിനു വേണ്ടിയാണ് ഇവിടെ വച്ചിട്ടുള്ളത്. നമ്മുടെ അസറ്റിനെ കൃത്യമായി റിസ്ക് മാനേജ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഹെഡ്ജിങ് ടൂളാണ് യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ ഓപ്ഷനും. അതിനെ ഏറ്റവും നന്നായി മാനേജ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ അനുവാദമുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പണം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗവുമാണ്. പക്ഷേ ഇന്ന് തന്നെ മുതലാളിയായി കളയാമെന്ന തെറ്റായ ധാരണയിൽ ഓപ്ഷൻ്റെ വലയിൽ കുരുങ്ങിപ്പോകരുത് എന്നുകൂടി സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക എന്നതാണ്. പലരും ഷോർട്ട് ടൈമിലേക്ക് വാങ്ങിച്ച പല സ്റ്റോക്കുകളും പിന്നീട് ലോങ് ടൈം ആയി പോകലാണ്. അത്തരത്തിലായി പോകാതെ എന്തിന് നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നു എന്നൊരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. എപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുമെന്നും കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ അഥവാ പാളിയാൽ, താഴേക്ക് വന്നാൽ അവിടെ നമുക്ക് എക്സിറ്റ് ആവാൻ ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് സ്റ്റോപ്പ് ലോസ്. എല്ലാം കൂടി ചെറിയൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അടുത്തത് റിസ്ക് അസസ്മെൻറ്റ് മോഡൽസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഇപ്പോൾ വാല്യൂ അറ്റ് റിസ്ക് എന്ന് തുടങ്ങുന്ന ഒരുപാട് റിസ്ക് അസസ്മെൻറ്റ് മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ലോസിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ റിസ്കിനെ കൃത്യമായി മാനേജ് ചെയ്ത് നമ്മുടെ അസറ്റ് വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് വളരെ ബുദ്ധിപരമായി നിക്ഷേപിച്ചാൽ ദീർഘകാലത്തേക്ക് നമുക്കൊരു വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയും. ഞാൻ പൊതുവെ എൻ്റെ ക്ലാസ്സുകളിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ആക്റ്റീവായി ട്രേഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിന് വേണ്ടി ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച്, നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിക്ഷേപത്തിന് വേണ്ടിയും ഇരിക്കുക. അല്ലെങ്കിൽ ആ പണി കൃത്യമായി അറിയാവുന്ന ഒരു ഫണ്ട് മാനേജറെ, സെബി രജിസ്റ്റേർഡ് ആയ ഒരു ബ്രോക്കറെ അത് ഏൽപ്പിക്കുക. അത്തരത്തിൽ ഏതെങ്കിലും സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.